കൊടുക്കുക. മാഷ് പറഞ്ഞു ഒരു പരിചരണവും പരിഗണനയും ആണ് ഇതിൻ്റെ വലിയ വിഷയം. ഒരു പരിഗണന തന്നെ വലിയ വിഷയം. ഒന്ന് പരിഗണിച്ചാൽ എത്ര വലിയ പോക്കിരി പോയ മാനസിക രോഗിയും ഒരു പരിഗണന കിട്ടുമ്പോൾ കുട്ടികൾ പറഞ്ഞ മാതിരി കേൾക്കും. നാട്ടിലെ ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിച്ചിട്ട് ചികൂടുള്ള മാനസിക രോഗിൻ്റെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ കുറച്ച് അബ്നോർമലായപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ആ രോഗിൻ്റെ പിന്നാലെ അങ്ങാടിപ്പിള്ളരും മനുഷ്യന്മാരും വലിയ ആളുകളും ഏകദേശം ഒരു 10-50ഓളം ആളുകൾ ഒരു ഡ്രസ്സൊക്കെ ചളിയായ ഒരു മനുഷ്യൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാനും കാർച്ചവും ആണ് നമ്മളല്ലേ പോയെ. ചെന്ന് നോക്കുമ്പോൾ ആളുകൾ പിരാന്തനോ നിങ്ങളൊരു ഭാവനയിൽ കണ്ടുവെക്കണി പിരാന്തനോ എന്ന് പറഞ്ഞ ഒരാളെ കേട്ട് ഇങ്ങനെ ഓടുമ്പോൾ ഞങ്ങളൊരു വണ്ടി എടുത്ത് അങ്ങനെ ചെന്നിട്ട് കാണുന്ന രംഗത്താണ് ചെന്നിട്ട് സ്ഥലം ചെല്ലിയപ്പോൾ കുട്ടികളെ കാര്യം പൂർണ്ണമായി തോള് പിടിച്ചുകൊണ്ട് പോരും. ആളുകൾ ഇതെന്തൊരു മാന്ത്രിക മനുഷ്യന്മാരാണ്. ഞങ്ങളറിയാത്തൊരു നാട്ടിൽ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ അടുക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കുന്ന ഒരു മാനസികന് ചെന്നാണ്ട് ചെല്ലാൻ പറഞ്ഞ് പോരി പറഞ്ഞപ്പോൾ ആ രോഗി നമ്മളെ കൂടെ ഇങ്ങനെ പോരുകയാണ്. ആൾക്കാരിങ്ങനെ അല്പം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളടുത്ത് എന്തെങ്കിലും പോലീസിൻ്റെ കുപ്പായൊന്നുമില്ലല്ലോ, പേടിച്ചിട്ട് പോരൊന്നുമില്ലല്ലോ. 30 തട്ടിയാൽ ഞങ്ങളൊക്കെ വീണു, ഞാൻ കാർച്ചവും വീണു പോകും. പക്ഷെ അവിടെ ഉണ്ടായൊരു പ്രശ്നം ചായപ്പീടിയെ കയറി ഞങ്ങൾ. ആ ചായപ്പീടിയെ കയറിയപ്പോൾ പീടിയക്കാരൻ പറഞ്ഞ് ചായയില്ലേ പൊയ്ക്കോളിയെന്ന് ഒന്നങ്ങോട്ട് വേർത്ത്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളൊക്കെ ഉള്ള ഈ സാധനമാനും കുപ്പായും കൂട്ടൊക്കെ ഉണ്ടല്ലോ. പ്രത്യക്ഷത്തിൽ പഠിച്ചോൻ്റെ തോഫിക്ക് എനിക്കും കാർച്ചവിനും മാനസികമില്ല എന്നാണ് നാട്ടുകാർക്ക് അറിയാം ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് ചായ എന്നില്ല. ഇവിടെ ചായയിൽ ഇറങ്ങിക്കോളി എന്നാണ്. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വേർത്തിട്ടുണ്ട് കുപ്പായം നേരാണ്ട് ഇങ്ങോട്ട് ഒരു ചൂടും പോയെടുക്കുക. പഠിച്ചോനെ ഒരു ചായ കിട്ടാറില്ല. ചായക്ക് വേണ്ടി കയറിയല്ല, ഒന്നും മാറി നിൽക്കാൻ വേണ്ടി ചെയ്താൽ ആളുകൾ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ആ പീടിയെന്ന് ഇനിയും കാർച്ചവിന് ചായ ഇല്ല എന്ന് ഇറങ്ങിപ്പോരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി നമ്മൾ ഓരോരുത്തരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തേ കാര്യം സ്ഥിതി. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. അവസാനം വേറെ വീഡിയോക്ക് പോയി ഒന്ന് ഇരുന്ന് കിട്ടാനാണ്. ഒന്ന് ആൾക്കാരൊന്ന് മാറി കിട്ടണ്ടേ. ആളുകളൊന്നാണ്ട് ഒന്നും ഒഴിവില്ല. ആദ്യമൊന്നുമില്ല നമ്മുടെ അടുത്ത് ഒന്ന് ഓട്ടിക്കാനാണ്. നമ്മൾ മാറി ഇയാൾ നമ്മളെ കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ ആളുകളൊന്നും മാറണ്ടേ. വേറെ ചായപ്പൊടിയൊക്കെ കയറിയിരുന്നപ്പോൾ അവിടുന്ന് പായ്പിക്ക് പഠിച്ചോനെ എന്നിങ്ങനെ വേർക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ചായ പൈസ കൊടുത്തിട്ട് കിട്ടാത്തൊരു സാഹചര്യം നമ്മളെ ഈ നാട്ടിലാണ്. ഏതോ നാട്ടിലല്ല, ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലത്ത് നിന്ന് പൈസ അങ്ങടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ചായ കിട്ടും. കാരണം ഞങ്ങളെ കൂടെ ഉള്ളത് ആരാണ്? ഒരു മാനസിക രോഗിയാണ്. അപ്പുറത്ത് കൂടി ആ നാട്ടിലൊരു പ്രധാനി അള്ളാഹുത്തല അങ്ങോട്ട് ഇറക്കി തന്നൊരു മനുഷ്യൻ. അല്ലെന്നിട്ട് ഇറങ്ങി എല്ലാവരും പോയി അറിയാം. പീടിയക്കാരോട് പറഞ്ഞ് ചായ കൊടുക്കുമെന്ന്. അയാളിത് വിട്ടുനിന്ന് കണ്ടിട്ടുണ്ടാവും ഞങ്ങളെ ആ മുഖഭാവവും ഞങ്ങളുണ്ടായ ഒരു അടച്ച്. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങളാരെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിൽ പൈസ തരുമോ ചായ തരുമ്പോൾ ചായല്ലേ ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ വേർക്കൂലേ. അവസാനം ചായ തന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ചായ വേണ്ട, നിങ്ങൾ കുടിച്ചോളി വന്നു. അപ്പോൾ ഞങ്ങൾ വല്ലാതെ വെച്ചാൽ അന്ന് ആദ്യത്തെ ചായയൊക്കെ നമുക്ക് ആവശ്യമില്ല. പക്ഷെ രണ്ടാമത് ചായ ആവശ്യമുണ്ടായിരുന്നു. കൊല്ലി വെള്ളം പറ്റില്ല തുടങ്ങി. എന്ന് തല്ലിട്ടിട്ടൊന്നുമില്ലല്ലോ, ആരും കാട്ടിയിട്ടൊന്നുമില്ല, ആരും ഒന്നും ഉപദ്രവിച്ചില്ല. പക്ഷെ സംഗതിയിൽ കൊല്ലി അങ്ങനെ വരണ്ടുപോയി. എന്തെങ്കിലും ഒരു ഉമിനീര് ഇറക്കിയിട്ട് ഇങ്ങോട്ട് ശരിയാകണില്ല. എന്തെങ്കിലും ഒരു ബേജാറ് വർഷം ആൾക്കാർ ഇങ്ങനെ നോക്കിക്കാണ്. ഒന്ന് ഭാഗത്ത് ഇരുന്ന് കിട്ടിയിട്ട് ഒരു ചായപ്പീടിയ കാര്യം ചായയിൽ ഇറങ്ങിക്കോളി എന്നിട്ട് പറയുമ്പോൾ ആ ഒരു സെക്കൻഡ് സമയങ്ങൾ ആലോചിക്കുന്നത് നമ്മളാണെങ്കിൽ, നമ്മുടെ മക്കളാണെങ്കിൽ, നമ്മൾ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ എന്താ സ്ഥിതി. അള്ളാഹു നമുക്ക് തന്ന വിശേഷ ബുദ്ധി അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അസനാപ്പീടിയെന്ന് ഉപരി പറഞ്ഞാൽ ഞങ്ങൾക്ക് ചായ വേണ്ട, ഇപ്പം ചായൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ കുടിക്കാതെ ഞങ്ങൾ കുടിക്കൂല. എന്നാ കുടിച്ചോളാം. ആളുകൾ ഭിത്തല കൂടിയൊരു മനുഷ്യൻ ചായ കുടിച്ചോളാന്ന് വളരെ കൂളായിട്ട് കുട്ടികളെ കൂടെ പറഞ്ഞാൽ പറയണം. ഞങ്ങളെ കയ്യിൽ ഗുളികണ്ടേന്, ഈ ഗുളിക നിങ്ങൾ കുടിച്ചോളും, ചായൻ്റെ ഒപ്പം ഗുളിക കൊണ്ട് കൊടുക്കുക. ഞങ്ങൾക്ക് ആ ഗുളിക കുടിച്ച 1 മണിക്കൂറിൽ ഒപ്പം മയങ്ങി പോകുന്നു. ഒരു അരമണിക്കൂർ ഞങ്ങൾ വർത്താനം പറഞ്ഞ ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റിച്ച് മറ്റേ ആൾക്കാർ മാറ്റി തന്ന് കുറച്ച് മുമ്പ് ആടല്ലോടെ ഞങ്ങൾ എടുത്തിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് കൊണ്ടുവന്നു. ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ആ വണ്ടി കയറ്റിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ മനുഷ്യൻ്റെ ഫുള്ള് ഡ്രസ്സ് കേടാണ്. ആ മനുഷ്യനെ നേരെ കൊണ്ടുവന്നു കീശീറ്റ് അടക്കണതിന് ഒരു തുണിഷാപ്പ് കയറ്റി അവിടുന്ന് വസ്ത്രം വാങ്ങി. ഇവിടെ എംബ്രായിച്ചാവിനെ തോന്നുന്നു വിളിച്ചെടുത്തിട്ട് ബിസ്മി ഒന്ന് കുറച്ച് സോപ്പും പിന്നെ കുളിപ്പിക്കാൻ തയ്യാറായിട്ട് കുറച്ച് മുണ്ടുമായിട്ട് അവിടെ കാത്തുനിന്ന് വിളിയായിരുന്നു. ഇവിടെ വിളിച്ച് പറഞ്ഞു. ഇവിടെ ഒന്ന് കുളിപ്പിച്ചു. രാത്രി 12 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് കിടത്തി. സുബഹിക്കാൻ പള്ളിയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഈ വാലൊന്നും തുറക്കരുത്, ഞാൻ വരുന്നത് വരെ വാലുള്ളിൽ പൂട്ടിക്കളാം, പുറത്തേക്ക് മുമ്പിൽ കിടക്കും, ഞാൻ 2 വാം പൂട്ടിയിട്ട് പോകണം. ഒരു 9 മണിക്ക് മുമ്പ് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒരു വളരെ നോർമലാണ്. 2ാമത്തെ ദിവസം ഞാൻ സുബഹിക്ക് നീച്ചപ്പോൾ എൻ്റെ കൂടെ സുബഹിക്ക് മുപ്പര് നീച്ചു. 3ാമത്തെ ദിവസം അതിനും കുറച്ച് നേരത്തെ നീച്ചു. 3 ദിവസത്തെ ഒരു പരിചരണം അവനെൻ്റെ കുടിയിൽ വെച്ച് കൊടുത്തപ്പോൾ 4ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഇപ്പം എന്നോട് പറഞ്ഞ് സുബഹിൻ്റെ മുന്നേ നീച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് മൂപ്പര് ചോദിക്കേണ്ടത്. കുറച്ച് നേരം എൻ്റെ ഒപ്പം ഇരുന്ന് പള്ളിയിൽ പോകുന്നു. മൂപ്പര് പണിക്ക് പോയി. ഞാൻ ഇപ്പം എന്ത് മാന്ത്രിക വിദ്യയാണ് മൂപ്പർക്ക് കൊടുത്ത്. അതാണ് ഋഷി മാഷ് പറഞ്ഞത്, പിന്നെ ഒരു സ്നേഹം കൊടുത്താൽ മതി. മൂപ്പർക്ക് സ്നേഹം കൊടുത്തപ്പോൾ മൂപ്പര് അവിടെ കുട്ടികളെ മാതിരി 2ാമത്തെ ദിവസം മൂപ്പര് സുബൈൻ്റെ മുമ്പിൻ്റെ ഒപ്പം 3ാമത്തെ ദിവസം സുബൈക്ക് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഇവിടെ പള്ളിയിൽ പോരാണ്. ഈ 3 ദിവസം ചിലപ്പോൾ എൻ്റെ സോലുകൾ മാറും.
വീട്ടിൽ നമ്മൾ ചിലപ്പോൾ ഒരു സംഗതികൾ മാറേണ്ടി വരും. എന്താ മനുഷ്യനെ അങ്ങനെ പ്രേരിപ്പിച്ച്? ആ മനുഷ്യനൊരു മലമുകളിൽ കെട്ടിയിട്ട് മനുഷ്യനായിരുന്നു. അവിടെ നമ്മൾ ഇറക്കിക്കൊണ്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 5-6 മാസത്തെ പരിചരണത്തിന് ശേഷം നല്ല സുഖമായി, കുടുംബം നോക്കൽ തുടങ്ങി. അതിനിടയിൽ മനസ്സിലുണ്ടായി ഏതൊരു സമയത്ത് വന്നൊരു ഫീലിംഗാണ്. ആ ഫീലിംഗാണ് രണ്ടാമത് അയാൾ വീണ്ടും രോഗിയായി മാറി. ആ സംഗതിയാണ് വീണ്ടും നമ്മുടെ ഇടപെടലുകൾ. ആ മനുഷ്യൻ 2-3 ദിവസം നമ്മളെ പരിചരണം കിട്ടിയപ്പോൾ ഇത്ര മാനസിക, 1 അല്ല 2 അല്ല 100 ചില്ലാൻ ഒരു വീട്ടിൽ ഒരു മാനസിക രോഗി ഉണ്ടായാലും ഒരു കുട്ടിക്ക് തറാറ് പറ്റിയാൽ, ഒരു കുട്ടിക്ക് തലവേദന ഉണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ നമ്മൾ ഉറക്കം കെടും. ഒരു വീട്ടിൽ 1-2 ആളുകൾ, 3 ആളുകൾ, 4 ആളുകൾ, ഒരു വീട്ടിൽ 5 മാനസിക രോഗികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വീട്ടിൽ 5 മാനസിക രോഗിൻ്റെ അവസ്ഥ എന്താണ്? ആ അമ്മ അനുഭവിക്കുന്ന വേദന, ആ പിതാവ് അനുഭവിക്കുന്ന വേദന എത്രയാണ്? ആ സമൂഹത്തിൽ, ആ നാട്ടിൽ, ആ കുടുംബത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്? നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടി കുറച്ചൊരു ഉറക്കം കെട്ടാൻ നമുക്കുണ്ടാകുന്ന പ്രയാസത്തിലാണ്. ഒരു വീട്ടിൽ 4-5, ഒന്നിനാത്രം അത് 4 ആമക്കളുള്ള ഒരു 6 പ്രസവിച്ചിട്ട് 5 എണ്ണം, 4 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി മാനസികമായ, നേരത്തെ മാഷ് സൂചിപ്പിച്ച പ്രാഥമിക ആവശ്യം പോലും നിർവഹിച്ചാൽ അത് ശുചീകരിക്കാൻ അറിയാത്ത 25 വയസ്സായ ഒരു പെൺകുട്ടി, ഇവിടെ ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണ്? 24 വയസ്സായ ഒരു ആൺകുട്ടി പ്രാഥമിക ആവശ്യം നിർവഹിച്ചിട്ട് കാല് പൊന്തിച്ചിട്ട് പുറത്ത് ഉമ്മ വന്ന് ചന്തി കൊടുക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. 27 വയസ്സായ പെൺകുട്ടീൻ്റെ ഒരാവശ്യം നിർവഹിക്കാൻ, പൂർത്തീകരിച്ചു കൊടുക്കാൻ ആ കാര്യങ്ങൾ ശുചീകരണം പോയി അമ്മ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അല്ലാഹുത്തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. ഒരു മഹാപാതകിയായതുകൊണ്ട് ആ അമ്മൻ്റെ മക്കളും ആ അമ്മയും അങ്ങനെ ആയിപ്പോയി. ഒരുപാട് മുത്തക്കിങ്ങളായതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ആയി എന്നൊരു തോന്നൽ നമുക്കുണ്ടായാലും ഏതായാലും ഒരു മിഡിത്തരാവും.